ഇന്ന് നമ്മളൊരു അടദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല പരിപ്പ് വടയുടെ ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അടദോശ. അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ: ഒരു അരക്കപ്പ് പീസ് പരിപ്പ്, 1/4 കപ്പ് പച്ചരി, അരക്കപ്പ് കുത്തരി, 1/4 കപ്പ് ചെറുപയർ, ഒരു 1/4 കപ്പ് കടല, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 10-12 വറ്റൽമുളകും കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് കഴുകി നല്ല വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. ഇതൊരു 6 മണിക്കൂറെങ്കിലും കുതിർന്ന് കിട്ടണം. കടലയും പരിപ്പുമൊക്കെ ഉള്ളത് കാരണം കുതിരാൻ കുറച്ച് സമയമെടുക്കും. ഇതൊരു 6 മണിക്കൂറോളം നമ്മൾ കുതിർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് നല്ല വീർത്തിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 10 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളും കൂടെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 5 സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്ത് അരച്ചെടുക്കുന്നത്. ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കതിനകത്തേക്ക് ഒരു കുറച്ചും കൂടി കറിവേപ്പിലയും ഒരല്പം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ മാവ് പുളിക്കാനൊന്നും വെക്കണ്ട കേട്ടോ. ഇത് അരച്ചെടുത്താൽ ഉടനെ തന്നെ നമുക്ക് അടദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശക്കല്ല് ചൂടായി നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ട് നമുക്കിത് പരത്തി ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ. ദോശയുടെ അത്രയും കനം കുറവല്ല. അതിന് വേണ്ടിയത് കുറച്ചൊരു കനത്തിൽ പരത്തിയിട്ട് നിറയെ വെളിച്ചെണ്ണ ഒഴിച്ച്, അത് ഈ ഒരു കനത്തിൽ വേണം നമ്മൾ പരത്താൻ. നിറയെ വെളിച്ചെണ്ണ ഒഴിച്ച് തിരിച്ചിട്ടും മറിച്ചിട്ടും നമ്മൾ മൊരിയിച്ചെടുക്കണം. അപ്പോഴാണ് അതിന് ശരിക്കും ഒരു പരിപ്പ് വടയുടെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിവിടെ ഞാൻ കല്ല് ചൂട് കൂടുതലായപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കത്തിച്ചതാണ്. വീണ്ടും ഇതുപോലെ നമുക്ക് തിരിച്ചിട്ടും മറിച്ചിട്ടും വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മൊരിയിച്ചെടുക്കാം. ഇത് നമ്മളുടെ പരിപ്പ് വടയുടെ ടേസ്റ്റുള്ള അടദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിന് ശരിക്കും കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നാൽ നെല്ലിക്ക അച്ചാർ ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് താനും.